അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സർക്കാർ കൊണ്ടുവന്ന ബില്ലിന്റെ കരട് പിൻവലിച്ചു. വിവാദങ്ങളെ ഭയന്നാണ് ഇത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്. കുറ്റമറ്റ രീതിയിൽ പുതിയ ബിൽ കൊണ്ടുവരണമെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇത് നടക്കാൻ ഇടയില്ല. വിവിധ മതങ്ങളുടെ എതിർപ്പ് കൂടി പരിഗണിച്ചാണ് ഇത്. ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കാൻ CPM തീരുമാനിച്ചു. ചില മതവിഭാഗങ്ങളുടെ ആശങ്ക കണക്കിലെടുത്താണ് ഇത്. ഈ സാഹചര്യത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ബില്ലിൽ വിശ്വാസ സമൂഹം പ്രതിഷേധം ഉയർത്തുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നടന്ന നരബലിയുടെ പശ്ചാത്തലത്തിലാണ് നിയമം ഓർഡിനൻസ് കൊണ്ടുവരാൻ നീക്കം തുടങ്ങിയത്. സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെയും അനാചാര ക്രിയകളുടെയും ദുരിതങ്ങളായി ചർച്ച ചെയ്തിരുന്നു. ജസ്റ്റിസ് TK തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ കരട് ബില്ല് തയ്യാറാക്കി സർക്കാരിന് നൽകുകയായിരുന്നു. ആചാരങ്ങളും ദുർമന്ത്രവാദവും തടയലും ഇല്ലാതാക്കലും എന്നതാണ് കമ്മീഷൻ ശുപാർശ ചെയ്ത ബിൽ. മതപരമായ ആചാരങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പ്രായോഗികമായി നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല. പല മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ച വേണമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. മൃഗബലി, ശരീരത്തിൽ പീഡനം, മുറിവേൽപ്പിക്കുകയും ചെയ്യുക, ഭൂതപ്രേത ആവാഹനം, നിധി കണ്ടെത്താനുള്ള മന്ത്രവാദം, ആഭിചാരക്രിയ, കൂടോത്രം തുടങ്ങിയ ഒട്ടേറെ കുറ്റങ്ങൾ കരട് നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് പലതും പല ആരാധനാലയങ്ങളിലും വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്നവയാണ്. മത ആചാരങ്ങളെ ഒഴിവാക്കാനുള്ള നിയമനിർമ്മാണത്തിലാണ് സർക്കാർ ശ്രമിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ കഠിന തടവും 5000 മുതൽ 50,000 രൂപ പിഴയുമാണ് കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നത്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം പാസാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ഇലന്തൂരിലെ നരബലിയുടെ പശ്ചാത്തലത്തിൽ നിയമം ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ട് ഭരണ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ കരട് നിയമം ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചിരുന്നു. നിയമവകുപ്പിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് മാറ്റം വരുത്തിയാണ് കരട് തയ്യാറാക്കിയിരിക്കുന്നത്.